നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മുറുക്കിയെടുത്ത് മൂന്നാം പക്കം. കറൻസിക്ക് മുട്ടുതീരാതെ മൂന്നാം നാളിലും നീളുന്ന ശമ്പള പ്രതിസന്ധി. ആവശ്യമുള്ള പണം ബാങ്കുകളിൽ നൽകുന്നില്ലെങ്കിൽ ട്രഷറികളിൽ നിന്നുള്ള ശമ്പള പെൻഷൻ വിതരണം ഇന്നും തടസ്സപ്പെടും. രാവിലെ 15 കോടി രൂപയുമായി പ്രവർത്തനം തുടങ്ങിയ ട്രഷറികൾക്കും ബാങ്കുകൾക്കുമായി ഇന്ന് വേണ്ടത് 200 കോടി. ശമ്പളം അക്കൗണ്ടുകളിലെത്തി 2 ദിവസം പിന്നിട്ടിട്ടും കറൻസി ഇല്ലാത്തതിന്റെ പേരിൽ തുക പിൻവലിക്കാനാവാത്തതിൽ ആശങ്കയും പ്രതിഷേധവും വ്യാപകം. ഇന്നലെ ഒറ്റ രൂപ പോലും എത്താതിരുന്ന ട്രഷറികൾക്ക് ഇന്ന് പണം നൽകും. പണമുള്ള ട്രഷറികളിൽ നിന്ന് തുക പിൻവലിക്കാൻ കോർ ബാങ്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് സർക്കാർ. തിരുവനന്തപുരം, കൊച്ചി നഗരമേഖലകളിൽ ശമ്പള വിതരണം കാര്യമായ തടസ്സമില്ലാതെ തുടരുമ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നത് മലബാറിൽ. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലെ വിതരണത്തിന് ഇന്നലെ 168 കോടി നൽകിയതായി റിസർവ് ബാങ്ക്. കരതേടുന്ന സഹകരണം. സഹകരണ മേഖലാ പ്രതിസന്ധിയിൽ സുപ്രീം കോടതിയും ഉത്കണ്ഠ പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇളവ് നൽകുന്ന കാര്യം കേന്ദ്രം ഇന്ന് പരിഗണിക്കും. പ്രാഥമിക സഹകരണ ബാങ്കുകളിലെ അസാധു നോട്ട് മാറ്റി നൽകുന്ന കാര്യത്തിൽ ധാരണയായെങ്കിലും ജില്ലാ ബാങ്കുകളുടെ കാര്യത്തിൽ തുടരുന്നത് അനിശ്ചിതത്വം. നിരോധിക്കപ്പെട്ട കറൻസിയുടെ കാര്യത്തിൽ സഹകരണ ബാങ്കുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിദഗ്ധ പ്രൊഫഷണലുകൾ ഇല്ലാത്തതിനാലെന്ന് കേന്ദ്ര സർക്കാർ. സഹകരണ ബാങ്കുകളിൽ കള്ളനോട്ട് തിരിച്ചറിയാൻ വൈദഗ്ധ്യമുള്ളവർ ഇല്ല. ജില്ലാ ബാങ്കുകൾക്ക് മേൽ RBI നിരീക്ഷണമില്ലെന്നും KVIC നിബന്ധന പാലിക്കാറില്ലെന്നും ആക്ഷേപം. സഹകരണ പ്രതിസന്ധി പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദമാക്കണമെന്ന് കേന്ദ്രത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് ഇന്നലെ. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആശങ്ക യഥാർത്ഥമെന്നും പ്രശ്നങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ടെന്നും കോടതി. കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. ആ നോട്ടിന് കാത്തിരിക്കേണ്ട. രാജ്യത്ത് കറൻസി പ്രതിസന്ധി പെട്ടെന്ന് തീരില്ലെന്ന സൂചന നൽകി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. നവംബർ 8-ന് അസാധുവാക്കപ്പെട്ട അത്ര തന്നെ നോട്ടുകൾ കറൻസി വ്യവസ്ഥയിലേക്ക് തിരികെ വരില്ല. കുറവുള്ളത്ര കറൻസിയുടെ ഇടപാടുകൾ കാർഡ് വഴിയും ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെയും നിർവഹിക്കണമെന്നും ധനമന്ത്രി. പേപ്പർ നോട്ടുകൾ ദൈനംദിന ഇടപാടുകൾക്ക് മാത്രം ഉപയോഗിച്ച് ബിസിനസ് പർച്ചേസ് ആവശ്യങ്ങൾക്ക് ഇലക്ട്രോണിക് രീതികൾ അവലംബിക്കാൻ ജെയ്റ്റ്ലിയുടെ ഉപദേശം. സമ്പദ് വ്യവസ്ഥയുടെ ശുദ്ധീകരണം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ കറൻസി നിരോധനം ജനങ്ങൾ അംഗീകരിച്ചതായും കേന്ദ്ര ധനമന്ത്രി. രഹസ്യങ്ങളുടെ വെടിമുഴക്കം. നിലമ്പൂരിൽ മാവോയിസ്റ്റുകൾ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം സബ് കളക്ടറിൽ നിന്ന് ജില്ലാ കളക്ടർക്കു കൈമാറി സർക്കാർ നടപടി. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ സബ് കളക്ടർ തന്നെ അന്വേഷണ ചുമതലയും വഹിക്കുന്നതിൽ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് പോലീസുമായുള്ള ഏറ്റുമുട്ടലെന്ന വാദത്തിനെതിരെ ആരോപണം ശക്തമായ സാഹചര്യത്തിലാണ് വിശദ അന്വേഷണത്തിനുള്ള സർക്കാർ തീരുമാനം. അതിനിടെ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ CPI നടത്തുന്ന പ്രചരണം ചെറുക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.